ഒരു വേലക്കാരനും ഒരു വീട്ടിലെ അരുമയായ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവർ ജീവിക്കുന്നത് ഒരേ ഭവനത്തിലാണ്. എന്നാൽ വേലക്കാരൻ ആ ഭവനത്തിൽ സ്വീകാര്യനാകുന്നത് അവൻ എന്ത് ചെയ്ത് പൂർത്തീകരിക്കുന്നുവോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അവർ ആ വീട്ടിലെ ഒരംഗം ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പാർക്കുന്നു. ഒരു വേലക്കാരൻ താൻ ചെയ്തു തീർത്ത കർത്തവ്യം ഉടമയ്ക്ക് അംഗീകാരമായോ എന്ന ആശങ്കയിലും ഭയത്തിലും ആയിരിക്കും ഏതു നേരവും ആയിരിക്കുന്നത്. എന്നാൽ ഒരു കുട്ടി വിശ്രമിക്കുന്നതും ആശ്വസിക്കുന്നതും ആ ഭവനത്തിൽ നിന്നും കിട്ടുന്ന സുരക്ഷിതമായ നിബന്ധനകൾക്ക് അതീതമായ സ്നേഹത്തിലാണ്. കൂലിക്കാരൻ തൻ്റെ വേലയാലും വീട്ടിലെ പൈതൽ തൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്താലും അംഗീകരിക്കപ്പെടുന്നു. കൂലിക്കാരന് പ്രതിഫലമായി കൂലി ലഭിക്കുമ്പോൾ പൈതലിന് ലഭിക്കുന്നത് സ്നേഹവും അവകാശവുമാണ്. ഒരു ദിവസത്തിൻ്റെ അവസാനം കൂലിക്കാരൻ്റെ തൃപ്തി വരുന്നത് താൻ ചെയ്തു തീർത്ത പ്രവൃത്തിയിൽ നിന്നാണ്. തെറ്റ് ചെയ്താൽ കൂലിക്കാരന് സമാധാനമായ ഉറക്കം കിട്ടില്ല. നാളെ രാവിലെ ജോലി കാണുമോ എന്ന ഭയത്താൽ കിടന്നുറങ്ങുന്നു. അതേ ഭയത്താൽ എഴുന്നേൽക്കുന്നു. എന്നാൽ ഒരു കുട്ടി എഴുന്നേൽക്കുന്നതും ജീവിക്കുന്നതും ഉറങ്ങുവാൻ പോകുന്നതും ഒരുറപ്പിലാണ്. മകൻ മകൾ എന്ന സ്ഥാനം അത് അപ്പൻ്റെയും അമ്മയുടെയും ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ട സ്ഥാനമാണ്. ആ സ്റ്റാറ്റസിന് കടമകളുടെയും ജോലിയുടെയും അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന ഉറപ്പ് ആ കുട്ടിക്കുണ്ട്. വേലക്കാരൻ തെറ്റ് ചെയ്താൽ ജോലി നഷ്ടപ്പെടും. അവൻ ആ ഭവനത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. എന്നാൽ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ബാലശിക്ഷ ലഭിക്കുമെങ്കിലും സന്തതി എന്ന സ്ഥാനം കൈമോശം വരികയില്ല. അവൻ്റെ ആത്മവിശ്വാസം സ്നേഹത്തിലും പദവിയിലുമാണ് ആയിരിക്കുന്നത്. അവൻ ആ വീട്ടിലെ ഒരു മകനാണ്. അവൾ ആ വീട്ടിലെ ഒരു മകളാണ്. അവർ ആ വീട്ടിൽ സ്വതന്ത്രരാണ്. ആ സ്ഥാനം ഉറച്ച സ്ഥാനമാണ്. അതിരുകൾക്കും അപ്പുറമുള്ളതാണ്. എന്നാൽ ഒരു സത്യമെന്നത് ഈ ലോകം പരിമിതികളുടെ ലോകമാണ്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും തള്ളിക്കളയുന്ന ലോകമാണിത്. ആഗോള തലത്തിൽ ഒരു ദിവസം ഏകദേശം 39,000 കുഞ്ഞുങ്ങൾ പല കാരണങ്ങളാൽ അവരുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുന്നു എന്നതാണ് കണക്ക്. ഭവനരഹിതരായ ഏകദേശം 20 മില്യൺ കുട്ടികൾ ഇന്ന് ഭൂമിയിലുണ്ട്. എന്നാൽ സകല മനുഷ്യർക്കും സ്വന്തം ഭവനം പോലെ സ്വീകാര്യത ലഭ്യമാകുന്ന ഇടമാണ് സ്വർഗവും സ്വർഗീയ പിതാവിൻ്റെ ഹൃദയവും. സ്വർഗത്തിലെ ദൈവത്തെ നമ്മുടെ സ്വന്തം പിതാവെന്ന് നമുക്ക് വിളിക്കുവാൻ അവകാശം ലഭിച്ചിരിക്കുകയാണ്. സ്വർഗം നമ്മുടെ സ്വന്തം ഭവനമാണ്. ഈ ഭൂമിയിൽ ഒത്തിരി അനീതിയുണ്ട്, മുഖപക്ഷമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ ലഭ്യമാകാതിരിക്കും. എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും നമ്മെ പറിച്ചു കളയുവാൻ ആർക്കും സാധ്യമല്ല. ആ ഹൃദയത്തിൽ നാം സ്ഥാനം പിടിക്കുന്നത് പിതാവിൻ്റെ സ്വപുത്രനിലൂടെയാണ്. ദൈവപുത്രനിലൂടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ പ്രവേശിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ?